ഹലോ, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ വന്നിട്ട് നമ്മുടെ പച്ചക്കറിയുമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയൊരു പഴം, പീനട്ട് ബട്ടർ ഫ്രൂട്ട്. നമ്മളൊക്കെ പണ്ട് കഴിച്ചിരുന്ന എരുന്നിപ്പഴത്തിനോട് സാദൃശ്യമുള്ള ഒരു പഴമാണ്. നല്ല മധുരമുള്ള ഒരു പഴം തന്നെയാണിത്. പുറത്തുനിന്ന് തൈ വാങ്ങി വെച്ചാണ്. ഇപ്പോൾ ഒരു 8 മാസത്തോളമായി ഇപ്പോഴാണിത് കായ്ക്കുന്നത്. ചെറിയ തൈ തന്നെയാണ്. നല്ല രസമുള്ളൊരു പഴമാണിത്. പിന്നെ ഇന്ന് ഇപ്പോൾ കാര്യമായിട്ടുള്ള വിളവെടുപ്പുകളൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇന്ന് കയറിയതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഇലകളെല്ലാം വീണ് ചമ്മൽ എല്ലാം ഉണങ്ങി ആകെ കൂടി നാശമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഇന്ന് മുകളിലേക്ക് കയറിയതാണ്. പിന്നെ തത്തകളാണെങ്കിൽ തലങ്ങും വരങ്ങും പറന്ന് വരുന്നുമുണ്ട്. കൊത്ത് കിട്ടുമെന്നറിയില്ല. ഈ മുളക് ഇങ്ങനെ നല്ല ചുവയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, നല്ല ചുവപ്പ് കളറിൽ നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ അല്ലേ. പക്ഷേ ഭയങ്കര എരിവുള്ളൊരു മുളകാണിത്. നമ്മുടെ കാന്താരി മുളകാണ്. ഇപ്പോൾ ഈ ചെറിയ വള്ളി പോലെ ആടി കളിക്കുന്നത് പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ കിട്ടുന്ന ഒരു സലാഡിൽ ഉപയോഗിക്കുന്നൊരു ഇലയാണ്, ജർജീർ. ഇത് പിന്നെ നമ്മുടെ സാധാ ചീനമുളക് തന്നെയാണ്. പക്ഷേ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ ഈ കാന്താരി മുളകെല്ലാം വളരെ ചെറുതും അതുപോലെ മെല്ലിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇത് നല്ല തുടുപ്പുള്ളൊരു മുളകാണ്. ആ തുടുപ്പിനനുസരിച്ച് നല്ല എരിവുമുണ്ട്. ഇതൊരു കാന്താരി വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ സാധാ പച്ചമുളകാണ്. അതിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. ഇന്ന് പൊതുവെ വിളവെടുപ്പിന് ഒന്നും അധികം സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഏതായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കയറിയതാണ്. മുളകുകൾ, ചെറിയ മുളകുകളെല്ലാം ഇത് നമ്മുടെ സാധാ കാന്താരി മുളകാണ്. അതും വളരെ കുറവാണ് ഇപ്പം ഇന്ന് കാണുമ്പോൾ. പണ്ടത്തെ അമ്മമാരൊക്കെ ഇതിന് മറ്റൊരു പേര് പറയും. ഈ കാന്താരി മുളകിന് ചീനാപ്പറങ്കോൾ എന്നാണ് അവർ പറയുക. ഇത് മൽബറി. പഴുത്ത് കഴിഞ്ഞാൽ നല്ല കറുകറുപ്പ് ആയിട്ടുള്ള ഒരു പഴം. നല്ല ടേസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പഴമാണിത്. തത്തകൾക്ക് എന്തായാലും ഇത് വേണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അതുമാതിരി കായ്ച്ചിട്ടുള്ളതല്ല അതിൽ അതേപടി നിൽപ്പുണ്ട്. അവർ തത്തകളൊന്ന് കഴിക്കുന്നത് കൂടുതലും പച്ചമുളക്, തക്കാളി തുടങ്ങിയ സാധനങ്ങളാണ്. മൾബറി ഇപ്പോൾ ഒരു വിധം നല്ല രീതിയിലൊക്കെ കായ്ക്കുന്നുണ്ട്. എൻ്റെ മകളും ചെറിയ മകനും കയറാത്തതിനെ കൊണ്ടും അതിൽ കായ്ച്ചതല്ല അതിമേ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു പച്ചയില പൊട്ടിച്ച് തിന്നും. ഇത് നമ്മുടെ വെള്ള കാന്താരി മുളകാണ്. അതും തന്നെ കായ് വളരെ കുറവാണ്. ഇതിൽ കൂടെ നിങ്ങളൊരു മുള്ളുമുള്ളായിട്ടുള്ളൊരു വള്ളി കാണുന്നുണ്ടല്ലോ, അത് ഈ ഷുഗർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പച്ചമരുന്നാണ്. അത് നമ്മൾ അതിൻ്റെ 1 ഇഞ്ച് നീളത്തിൽ വെട്ടി അതിനെ തൊലി കളഞ്ഞ് ചതച്ച് രാത്രി വെള്ളത്തിലിട്ട് വെക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എടുത്ത് കുടിക്കും. ഭയങ്കര കയ്പ്പെന്ന് വെച്ചാൽ പിടുത്തമിട്ട കയ്പ്പായിരിക്കും. പക്ഷേ ഷുഗറിന് ഒരു ഇൻസുലിൻ പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഏതായാലും ഈ പീനട്ട് ബട്ടർ ഒന്ന് പൊട്ടിച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു പഴമാണിത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കണ്ടാൽ നമ്മുടെ പഴയ എരുന്നിപ്പഴത്തിനോടുള്ള ഒരു രൂപസാദൃശ്യത്തിനുണ്ട്. വളരെ ചെറിയൊരു പഴമാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി അതങ്ങനെ പരന്ന് കിടക്കുകയാണ്. നോട്ടക്കുറായ്മ അതിനുണ്ട്. മത്തൻ്റെത് പൂവിട്ടിട്ടുണ്ട്. പിന്നെ പീനട്ട് ബട്ടർ അല്ല, മറ്റൊന്നെ ബട്ടർനട്ട്, അത് ഈ മത്തങ്ങാനോട് രൂപസാദൃശ്യമുള്ള ഒരു അതേ വിഭാഗത്തിൽപ്പെട്ട ഒന്നുണ്ട്. അത് ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതിപ്പോൾ ബാക്കി ഒന്നുണ്ടായിരുന്നത് അത് പഴുത്തിട്ടുമുണ്ട്. അപ്പോൾ അതും എടുക്കാൻ അയക്കുന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് ഇതിൽ വിത്തുകളൊക്കെ പാകിയതാണ്. മുളകും തൈ, അതേപോലെ കൈപ്പക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാകിയതാണ്, മുളച്ച് വരുന്നുമുണ്ട്. തത്തകളുടെ ശല്യം മാത്രമാണ്. എന്തായാലും മുളച്ച് വരുന്നതൊന്നും അവർ കൊത്തി പറിക്കുന്നില്ല, പഴങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങൊന്ന് പാകി നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഉരുളക്കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇത് മണിത്തക്കാളി. സാധാരണ പറമ്പുകളിലൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നൊരു സാധനമാണ്. നമ്മുടെ തക്കാളിൻ്റെ അതേ ടേസ്റ്റാണ്. മുമ്പൊക്കെ ഈ മണിത്തക്കാളി, അതേപോലെ നമ്മുടെ ഗോൾഡൻ ബെറി, ഞൊട്ടങ്ങ എന്നൊക്കെ പറയുന്ന സാധനം ഒന്നും ആരും അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത ഒന്നായിരുന്നു. പക്ഷേ ഇന്ന് ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ളൊരു സാധനങ്ങളായി മാറിയിട്ടുണ്ട്. വളരെ ആരോഗ്യപരമായിട്ടുള്ള പഴങ്ങളാണ് അതെല്ലാം. നമ്മൾ സാധാ പഴുത്തൊരു തക്കാളി തിന്നുന്ന അതേപോലെ തന്നെ, പക്ഷേ ഒരു കുരുമുളകിൻ്റെ വലിപ്പമേ ഉള്ളൂ. ഇത് നമ്മുടെ കോളിഫ്ലവർ, ബ്രൂക്കോളി, ഇതിൻ്റെയൊക്കെ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇതുവരെ ഒന്നും പൂത്തിട്ടില്ല. പൂക്കുമെന്ന് വിചാരിക്കുന്നു.
ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഇതിൻ്റെ ഇലയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് തോരൻ വെക്കാനൊക്കെ. ഈ വയലറ്റ് പച്ചമുളകാണ് മറ്റൊരു ഹൈലൈറ്റ്. പച്ചമുളകല്ല, നമ്മുടെ കാന്താരി മുളക്. ഈ വയലറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിലും ഇപ്പോൾ കായ് കുറവാണ്. മറ്റേത് നല്ല ഇല പോലും കാണാത്ത രീതിയിൽ തുറ്റി കായ്ക്കുന്ന ഒന്നാണിത്.